നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇന്ന് പല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ലോങ് ടേം ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലോ സ്റ്റോക്കിലോ ഇൻവെസ്റ്റ് ചെയ്യാം, ETF ഇൻവെസ്റ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക്, അതായത് കുറച്ച് കാലഘട്ടത്തേക്ക് മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൊസിഷൻ ലോസ് ഇഗ്നോർ ചെയ്യാം. അതല്ലെങ്കിൽ ഡെയിലി ട്രേഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇൻട്രാഡേ ചെയ്യാം, സ്കാൽപ്പ് ചെയ്യാം, ഓപ്ഷൻസിൽ ബൈ സെൽ, അങ്ങനെ നമുക്ക് ഒരുപാട് കാറ്റഗറിയിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിനൊക്കെ നമ്മുടെ കയ്യിൽ ഒരു പ്രൂവൺ സ്ട്രാറ്റജി വേണം. നമ്മുടെ കയ്യിൽ ഉള്ള സ്ട്രാറ്റജി ഉള്ള ഒരാൾ ചെയ്യുന്നതും റാൻഡം ആയിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരാൾ ചെയ്യുന്നതും ഒരുപാട് വ്യത്യാസമുണ്ടാവും. റാൻഡം ആയിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരാൾക്ക് അധികകാലം സ്റ്റോക്ക് മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി ഒക്കെ കയ്യിലുള്ള ആൾക്ക് അയാളുടെ മണി മാനേജ്മെന്റും സൈക്കോളജിയും പക്ക ആണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഏർണിങ്സ് ഉണ്ടാക്കാൻ കഴിയും. സ്ട്രാറ്റജിക്ക് ഒരു 20% ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി. ബാക്കി 80%ഉം സൈക്കോളജിയും നമ്മുടെ മണി മാനേജ്മെന്റും ആണ് സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസിന്റെ ബേസ്. അപ്പോൾ നമുക്ക് സ്ട്രാറ്റജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ പറയാൻ പോകുന്ന സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ വലിയ കോംപ്ലിക്കേറ്റഡ് സ്ട്രാറ്റജി ഒന്നുമല്ല. RSI ബേസ്ഡ് സ്ട്രാറ്റജിയാണ്. RSI എല്ലാവർക്കും അറിയുന്ന ഇൻഡിക്കേറ്ററാണ്. മാർക്കറ്റിൽ പ്രൈസിന്റെ മൊമെന്റത്തിന്റെ സ്ട്രെങ്ത്, അല്ലെങ്കിൽ ആ ബയേഴ്സിന്റെയും സെല്ലേഴ്സിന്റെയും സ്ട്രെങ്ത് കാണിക്കുന്ന ഒരു ഇൻഡിക്കേറ്ററാണ്. ലാഗിങ് ആണ്, പക്ഷേ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സലും അല്ലെങ്കിൽ കണ്ടിന്യൂഷനും ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ ഇത് RSI സ്ട്രാറ്റജിനെ മതി. RSIന്റെ ഡൈവേർജൻസുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 2 ടൈപ്പ് ഡൈവേർജൻസ് ഉണ്ട്. ക്ലാസിക് ഡൈവേർജൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഹിഡൻ ഡൈവേർജൻസ് ഉണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഫെമിലിയർ ആയിട്ടുള്ള സംഭവം ക്ലാസിക് ഡൈവേർജൻസ് ആണ്. നമ്മൾ ഹിഡൻ കൂടെ അതിന്റെ കൂടെ കൂട്ടുന്നുണ്ട്. ക്ലാസിക് എപ്പോഴും റിവേഴ്സൽ ട്രേഡ് ചെയ്യാനും ഹിഡൻ എപ്പോഴും ട്രെൻഡ് ഫോളോ ചെയ്യാനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഡൈവർജൻസ് എന്താണെന്നുള്ള ഒരു ആളുകൾക്കൊക്കെ അറിയാമെന്നാണ് ഞാൻ കരുതുന്നത്. അതല്ല, അറിയാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ക്ലാസിക് ഡൈവർജൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റ് ഇതുപോലെ ഹയർ ഹൈസും ഹയർ ലോസും ഉണ്ടാക്കി മുകളിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷനിൽ RSIക്ക് ഇതുപോലെ ഹയർ ഹൈസും ഹയർ ലോസും ഉണ്ടാക്കാൻ കഴിയാതെ പ്രൈസിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഹയർ ഹൈ ഉണ്ടാക്കിയ സമയത്ത് RSIയിലൂടെ ലോവർ ഹൈ പ്ലോട്ട് ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്താണ് ഒരു ട്രെൻഡ് റിവേഴ്സൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. ഇതാണ് ക്ലാസിക് ഡൈവർജൻസ്. ക്ലാസിക് മറ്റേ ബിയറിഷ് ഡൈവർജൻസ് എന്ന് പറയാൻ പറ്റുന്നത്. അതായത് നമ്മൾ ട്രെൻഡ് ബിയറിഷ് ആവും ഇനി, അതാണ് ഒരു ഇൻഡിക്കേഷൻ. അതേ സമയത്ത് നമുക്ക് ബുള്ളിഷ് ഡൈവർജൻസ്, നമുക്കിപ്പോൾ ക്ലാസിക് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബുള്ളിഷ് ഡൈവർജൻസ് നമുക്ക് നോക്കുന്ന സമയത്ത് പ്രൈസ് ഇതുപോലെ താഴേക്ക് വരുന്നു. RSIക്ക് പക്ഷേ സെല്ലേഴ്സിന്റെ സ്ട്രെങ്ത് കുറഞ്ഞത് കാരണം RSIക്ക് ഒരു ലോവർ ലോ ഉണ്ടാക്കാൻ കഴിയാതെ ഒരു ഹയർ ലോ ആയി പോകുന്നു. അതായത് ഇവിടെ ട്രെൻഡ് ലൈൻ പ്ലോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആയിരിക്കും വരുന്നത്. ഇതാണ് ക്ലാസിക് ഡൈവർജൻസ്. അതായത് ട്രെൻഡ് റിവേഴ്സൽ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനെ കൂടുതൽ, അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കൂടുതലും യൂസ് ചെയ്യുന്നത്. ഇനി ഹിഡൻ ഡൈവർജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു മാർക്കറ്റ് മുകളിലേക്ക് കയറി പോകുന്നു. ആ സമയത്ത് RSI സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യണം, ഈ മൊമെന്റത്തിനെ ഫോളോ ചെയ്ത് ഇതുപോലെ തന്നെ മുകളിലേക്ക് പോകണം. പക്ഷേ RSI ഇവിടെ പ്രൈസ് ഹയർ ലോസ് ഉണ്ടാക്കിയ സമയത്ത് RSI ഇവിടെ എന്ത് ചെയ്യും, ഒരു ലോവർ ലോ, അതായത് തൊട്ട് മുന്നത്തെ ലോനെ ബ്രേക്ക് ചെയ്ത് താഴെ വന്നിട്ട് ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്യും. നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഇതാണ് RSIയിൽ ഹിഡൻ ഡൈവർജൻസ് എന്ന് പറയുന്നത്. ഹിഡൻ ഡൈവർജൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ ആയിട്ടാണ് നമ്മൾ ഹിഡൻ ഡൈവർജൻസ് കണക്കാക്കുന്നത്. ഇതിൽ ബിയറിഷ് ആണെന്നുണ്ടെങ്കിൽ ഇതിന് നേരെ ഓപ്പോസിറ്റ്, പ്രൈസ് താഴേക്ക് ഇറങ്ങി വരുന്നു. അതിൻ്റെ കൂടെ RSI എന്ത് ചെയ്യണം, അതുപോലെ തന്നെ താഴേക്ക്, നോർമൽ കേസിലാണ് താഴേക്ക് വരുന്നത്. പക്ഷേ RSI എന്ത് ചെയ്യും, ഇവിടെ ഒരു ലോവർ ഹൈക്ക് വരെ ഹയർ ഹൈ ഉണ്ടാക്കുന്നു. ഇവിടെ ട്രെൻഡ് ലൈൻ പ്ലോട്ട് ചെയ്താൽ ഡിക്ലൈൻഡ് ആയിരിക്കും. ഇവിടെ അതിന് ഓപ്പോസിറ്റ് ഇൻക്ലൈൻഡ് ആയിട്ട് വരും. വേറെ ഒന്നുമില്ല, അതിന് ലോജിക്ക് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. നമ്മൾ ഒരു ട്രെൻഡി മാർക്കറ്റിൽ ആളുകൾ എങ്ങനെയെങ്കിലും ആ റാലിയിൽ കയറി കൂടാൻ വേണ്ടിയിട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഒരു ഡീപ്പ് പുൾ ബാക്ക് ഉണ്ടാകുന്ന സമയത്ത് അവിടുന്ന് റിവേഴ്സൽ, ചെറിയ റിവേഴ്സൽ, എന്തെങ്കിലും ഒരു ഇൻഡിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ആളുകൾ അവിടുന്ന് ചാടി കയറും, മാർക്കറ്റ് മുകളിലേക്ക് പോകും. അത് അല്ലെങ്കിൽ താഴേക്ക് ആണെങ്കിൽ താഴേക്ക് വരും. ഇത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഒരു ലോജിക്ക്, കൂടുതലൊന്നുമില്ല. അപ്പോൾ ഇത് ക്ലാസിക്കും ഇത് ഹിഡൻ ഡൈവർജൻസും. ഇത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾ ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ വീഡിയോ ചെയ്യാം, ഡെഡിക്കേറ്റഡ് ആയിട്ട് വീഡിയോ ചെയ്യാം. അതല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ ഒരുപാട് പേര് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള വീഡിയോകൾ വേറെ തന്നെ ഉണ്ട്. ഇത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ഒരുപാട് ലെങ്തി ആവും. നമുക്ക് ഇത് തൽക്കാലം ഒഴിവാക്കാം. അതിനുശേഷം നമുക്ക് RSIൻ്റെ സെറ്റിങ്സ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. RSI സെറ്റിങ്സ് കൂടുതൽ ആയിട്ടൊന്നും ചെയ്യാനൊന്നുമില്ല. നമ്മളെ RSIയിൽ ഇൻപുട്ടിൽ RSI ലെങ്ത് ഡിഫോൾട്ട് 14 ആയിരിക്കും, അത് നമ്മൾ 3 ആക്കുന്നു. ഇവിടെ RSI അപ്പർ ബാൻഡ് ഡിഫോൾട്ട് ആയിട്ടുള്ളത് 70 ആയിരിക്കും, അത് നമ്മൾ 80 ആക്കുന്നു. ഇവിടെ 30 ഉള്ളത് നമ്മൾ 20 ആക്കുന്നു. സെറ്റിങ്സ് ഇത് മാത്രമേ ഉള്ളൂ. ബാക്കി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കളർ ചേഞ്ച് ചെയ്യുക, കാര്യങ്ങളൊക്കെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. നമ്മളെ സെറ്റിങ്സ് ഇത്ര മാത്രമേ വരുന്നുള്ളൂ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, RSIയിൽ നമുക്കൊരു ഹിഡൻ ഡൈവർജൻസും
ക്ലാസിക് ഹിഡൻ ഡൈവേഴ്സും ക്ലാസിക് ഡൈവേഴ്സും ഒക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയണം. ഇപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര പേർക്ക് ഇവിടെ ഡൈവർജൻസ് ഒരു ക്ലാസിക് ഡൈവർജൻസ് ഈ ഒരു ഏരിയയിൽ കാണാൻ പറ്റുന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ നോക്കുന്ന സമയത്ത് ഇവിടെ ക്ലാസിക് ഡൈവർജൻസ് ഞാൻ കാണുന്നുണ്ട്. അത് നമ്മളെന്താ വെച്ചാൽ ഇത് ട്രേഡ് ചെയ്ത് അല്ലെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി പ്രാക്ടീസ് ചെയ്തിട്ടോ ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മൾ ട്രേഡ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മളെ കണ്ണുകൾ അതിന് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രെയിൻഡ് ആയി വരും. ഇപ്പോൾ നോക്കുന്ന സമയത്ത് ഇവിടെ ഇതുപോലെയാണ് മാർക്കറ്റ് പ്രൈസ് മൂവ് ചെയ്യുന്നത്. അതേ സമയത്ത് ആർ എസ് ഐയിൽ നമ്മളിപ്പോൾ ഒരു ട്രെൻഡ് ലൈൻ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് വരിക. ആർ എസ് ഐയിൽ ആ സ്ലോപ്പ് ഓപ്പോസിറ്റ് ആണ്. അതായത് ഒരു ക്ലാസിക് ഡൈവർജൻസ് ആണ് ഇവിടെ ഫോം ചെയ്തിട്ടുള്ളത്. ക്ലാസിക് ഡൈവർജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിവേഴ്സലാണ് കണക്കാക്കുന്നത്. അവിടെ ക്ലാസിക് ഡൈവർജൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് റിവേഴ്സലാണ് നമ്മൾ പ്ലാൻ ചെയ്യുക. അപ്പോൾ റിവേഴ്സൽ പ്ലാൻ ചെയ്യുന്ന പറഞ്ഞാൽ നമുക്ക് അവിടെ തന്നെ ട്രേഡ് എടുക്കാം. അത് കുറച്ചും കൂടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഒരു നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് റിവേഴ്സൽ എടുക്കാം. അതല്ല നമ്മൾ എന്താണ് കുറച്ചും കൂടെ സേഫ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ റിവേഴ്സൽ ഐഡന്റിഫൈ ചെയ്യാൻ ക്ലാസിക് യൂസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ട്രെൻഡിന്റെ കൂടെ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഹിഡൻ ഡൈവർജൻസ് യൂസ് ചെയ്യുക. ഇപ്പോൾ നോക്കുന്ന സമയത്ത് ഇവിടെ മാർക്കറ്റ് ഈ ഹൈ നമ്മളുണ്ടായിട്ടുള്ള ഹൈ ബ്രേക്ക് ചെയ്ത് മേലെ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. താഴേക്ക് വീണ്ടും വന്നിട്ട് നമുക്ക് ഒരു ഹയർ ലോ തന്നിട്ടുണ്ട്. ഇനി ഒരു ഹയർ ഹൈ കൺഫേം ആവണമെങ്കിൽ എന്ത് വേണം, ഈ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകണം. അങ്ങനെ മാർക്കറ്റ് ഇപ്പോൾ മുകളിലേക്ക് പോയിട്ടുണ്ട്. നമുക്കൊരു ഹയർ ലോയും ഹയർ ഹൈയും കൺഫേം ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഹിഡൻ ഡൈവർജൻസ് ഐഡന്റിഫൈ ചെയ്തിട്ട് ട്രേഡ് എടുത്ത് തുടങ്ങാം. ഹിഡൻ ഡൈവർജൻസ് ഐഡന്റിഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മളിപ്പോൾ ഒരു ട്രെൻഡ് ലൈൻ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ആയിരിക്കും വരുന്നത്. അതേസമയം താഴെ കണ്ടോ ഒരു ഈക്വൽ ഓൾമോസ്റ്റ് ഒരു ഈക്വൽ ഹൈ ഈക്വൽ ലോ ആണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള മൊമെന്റത്തോട് കൂടിയിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നുണ്ടെങ്കിൽ ആർ എസ് ഐയിൽ ആ മൊമെന്റ് ഇവിടെ കാണാനില്ല. അതായത് ഹിഡൻ ഡൈവർജൻസിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഈ 20 റേഞ്ചിലാണ് മാർക്കറ്റ് ആർ എസ് ഐ നിൽക്കേണ്ടത്. ഈ ഒരു ഏരിയയിൽ എത്തിയാൽ മാത്രമേ നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാൻ പാടുള്ളൂ. ഹിഡൻ ഡൈവർജൻസ് ഇടയിലൊന്നും ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇടയിൽ ഫോം ചെയ്യുന്ന ഹിഡൻ ഡൈവർജൻസ് ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യില്ല. നമ്മൾ ഈ ആർ എസ് ഐ വാല്യൂ 20 റേഞ്ചിൽ എത്തിയാൽ മാത്രമേ നമ്മൾ അവിടെ നിന്ന് എൻട്രി പ്ലാൻ ചെയ്യുന്നുള്ളൂ. ഇങ്ങനെ വരുന്ന സമയത്ത് ഈ റേഞ്ചിൽ 20 റേഞ്ചിലാണ് ഡൈവർജൻസ് ഉണ്ട്. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, വീണ്ടും ഒരു ബുള്ളിഷ് ക്യാൻഡിൽ, നമ്മൾ മുകളിലേക്കാണ് ട്രേഡ് ചെയ്യുന്നത്, അപ്പോൾ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഇപ്പോൾ ഈ ക്യാൻഡിലിനെ അപേക്ഷിച്ചിട്ട് സ്ട്രോങ് ക്യാൻഡിലാണ്. കാരണം ഒരു എൻഗൾഫിംഗ് ക്യാൻഡിലായിട്ടാണ് നിൽക്കുന്നത്. ക്യാൻഡിൽ സ്റ്റിക്കിന്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കും. അപ്പോൾ ആ എൻഗൾഫിംഗ് ക്യാൻഡിലിന്റെ ടോപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, എൻട്രി പ്ലാൻ ചെയ്യാം. അതിന്റെ ഹൈ ക്രോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാം. അതിന്റെ ലോ നമുക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ടും പ്ലാൻ ചെയ്യാം. 1:2 ടാർഗറ്റും എടുക്കാം. ഫസ്റ്റ് ട്രേഡ് ഇതിൽ ക്ലോസ് ചെയ്തു, നമുക്ക് പ്രോഫിറ്റിൽ അവസാനിച്ചു. രണ്ടാമത്തെ ട്രേഡ് ഇതിൽ തന്നെ വരുന്നത് വീണ്ടും താഴേക്ക് വന്നു മാർക്കറ്റ്, പക്ഷേ 20 റേഞ്ചിൽ എത്തിയിട്ടില്ല. ഡൈവർജൻസ് ഇവിടെ ഫോം ചെയ്തിട്ടുമില്ല. അത് കഴിഞ്ഞ് ഡൈവർജൻസ് വരുന്നത് ഇവിടെയാണ്, ഈ ഒരു ഏരിയയിൽ 20 റേഞ്ചിലെത്തി. ഇവിടെ നിന്ന് നമ്മൾ ട്രെൻഡ് ലൈൻ പ്ലോട്ട് ചെയ്ത് എങ്ങനെ വരും, ഇവിടെ ഓപ്പോസിറ്റ് ഇങ്ങനെയും വരും. ഇതൊരു ഡൈവർജൻസ് ആണ്, ഹിഡൻ ഡൈവർജൻസ് ആണ്. കൂടാതെ 20 റേഞ്ചിലാണ് ആർ എസ് ഐന്റെ വാല്യൂ ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് എന്ത് ചെയ്യണം, നമ്മളൊരു ഇതുപോലെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ, സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിൽ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു എൻട്രി എടുക്കാം. ഇതൊരു സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിലാണ്. അതിന്റെ ലോ വെക്കാം. അതല്ല സിംഗിൾ ലോ വെക്കണം, കുറച്ചുകൂടി സേഫ് ആയിട്ട് ട്രേഡ് ചെയ്യാനുള്ള ആൾക്ക് സിംഗിൾ ലോ വെക്കാം. അപ്പോൾ എന്ന് വെച്ചാൽ 1:2 ഇതുപോലെ വലുതാവും. ക്യാൻഡിൽ ലോ ആണ് ഇപ്പോൾ ഞാൻ നോക്കാറുള്ളത്. ക്യാൻഡിൽ ലോ വെക്കുന്നു, 1:2 ടാർഗറ്റ് എടുക്കുന്നു. അപ്പോൾ ഇതും സക്സസ് ആയിട്ടുണ്ട്. ഈ ഒരു റേഞ്ചിൽ എത്തുന്ന സമയത്ത് കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് മനസ്സിലാവും ഇതുപോലൊരു ക്യാൻഡിൽ ഫോർമേഷനും കാര്യങ്ങളും വരുന്ന സമയത്ത് ഇവിടെ എന്തായിരിക്കും ഉണ്ടാവുക. നമ്മൾ പുറകിലേക്ക് നോക്കുകയാണ്, ഇവിടുന്ന് ഈ ബുള്ളിഷ് മൊമെന്റത്തിൽ പെട്ടെന്ന് ഒരു ബ്രേക്ക് വന്ന് താഴേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നല്ല ഏതെങ്കിലും റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്നായിരിക്കും ഇത് വന്നിട്ടുണ്ടാവുക. നമ്മൾ എന്ത് ചെയ്യുക, അതുകൂടെ ഞാനിത് പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു പോവുകയാണ്. നമ്മൾ ഒരു ട്രെൻഡ് റൈഡ് ചെയ്ത് പോകുന്ന സമയത്ത് ബുള്ളിഷ് മാർക്കറ്റിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടേക്കാണ് മേജർ റെസിസ്റ്റൻസ് ഏരിയകൾ എന്നുള്ളത് നമ്മൾ പ്ലോട്ട് ചെയ്തിടണം. ആ ഏരിയയിൽ മാർക്കറ്റ് എത്തുന്ന സമയത്ത് നമ്മൾ അതിന്റെ തൊട്ടടുത്ത് നോക്കിയാണ് എൻട്രി വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അവിടെ എൻട്രി എടുക്കരുത്. കാരണം എന്ന് വെച്ചാൽ ആ റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് മാർക്കറ്റ് തിരിച്ചു വരാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ റിസ്ക് എടുക്കുന്ന സമയത്ത് 1:2 കിട്ടുന്ന രീതിയിൽ മാത്രം റിസ്ക് എടുക്കുക. ഇതിപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് പുറകിലേക്ക് പോയി നോക്കാം. അവിടെ റെസിസ്റ്റൻസ് ഉണ്ടാവുന്ന ഏരിയ ഉണ്ടാവുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. കണ്ടോ, ഇപ്പോൾ ഈ ഒരു ഏരിയ, ഈ ഒരു ഏരിയ എന്നാണ്. ഇനി ഇതിന്റെ മുകളിൽ എവിടെയുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. ഇത് ഇല്ല, മൊമെന്റം സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ നിന്നാണ് മാർക്കറ്റ് നല്ല രീതിയിൽ താഴേക്ക് ഇറങ്ങിയിട്ടുള്ളത്. പക്ഷേ ഇതിന്റെ മുകളിലേക്ക് മാർക്കറ്റ് പോകും, കാരണം ഇവിടെ ഓൾമോസ്റ്റ് ഈക്വൽ ഹൈസ് ആണ് ഫോം ചെയ്തിട്ടുള്ള, ലിക്വിഡിറ്റി എടുക്കാൻ വേണ്ടിയിട്ട് പോകും. ഇതിവിടെ നിൽക്കണേ നമുക്ക് നോക്കാം. ഇത് പോകുന്ന സമയത്ത് അവിടെ എവിടെ റെസിസ്റ്റൻസ് വരാന്നുണ്ടെങ്കിൽ അവിടേക്കാണ് എത്തുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ വന്നാൽ ഓക്കെ, നമുക്ക് നോക്കിയത് ഇവിടെ. അപ്പോൾ ഈ ഒരു ഏരിയയിൽ എത്തുന്ന സമയത്ത് നമുക്ക് ഇവിടുന്ന് കറക്റ്റ് റെസിസ്റ്റൻസ് ഏരിയയിലാണ് മാർക്കറ്റ് ഉള്ളത്. നമുക്ക് ഇവിടെ നിന്ന് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുക എങ്ങനെയാണ്,
റിവേഴ്സിനാണ് നമുക്ക് നോക്കേണ്ടത്. ഒരു ബുള്ളിഷ് മാർക്കറ്റിൽ റിവേഴ്സൽ ട്രേഡ് ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ എന്തുണ്ടാവണം? ഒരു ക്ലാസിക് ഡൈവർജൻസ് ഉണ്ടാവണം. ഉണ്ടായിട്ടുണ്ടാവും. ഇതാ തൽക്കാലം ഇത് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ഹയർ ഹൈ ഫോം ചെയ്തു. ഇവിടെ RSI ആണെന്നുണ്ടെങ്കിലോ ലോവർ ഹൈ ആണ് ഫോം ചെയ്തിട്ടുള്ളത്. അതായത് ഇവിടെ ഒരു ക്ലാസിക് ഡൈവർജൻസ് ഉണ്ട്. ക്ലാസിക് ഡൈവർജൻസ് ഇവിടെ വിക്ക് റിജക്ഷൻസ് നമുക്ക് കാണാം. അതിനുശേഷം ഒരു സ്ട്രോങ് ക്യാൻഡിൽ വന്നിട്ടുണ്ട്, ബിയറിഷ് ക്യാൻഡിൽ വന്നിട്ടുണ്ട്. നമുക്ക് ധൈര്യമായിട്ട് ഇവിടെ ഒരു ട്രേഡ് പ്ലേസ് ചെയ്യാം. ഇത് റിവേഴ്സൽ ട്രേഡ് ആണ്. അതിൽ റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള ആളുകൾ മാത്രം റിവേഴ്സൽ ട്രേഡ് ചെയ്യുക. അതല്ലാത്ത ആളുകൾ എന്ത് ചെയ്യുക? ട്രെൻഡ് ഫോളോ ചെയ്തിട്ട് ഹിഡൻ ഡൈവർജൻസ് മാത്രം ട്രേഡ് ചെയ്ത് പോവുക. രണ്ട് രീതിയിലും ട്രേഡ് എടുക്കാൻ പറ്റും. അത് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ബുള്ളിഷ് ട്രെൻഡിലാണുള്ളത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും മുകളിലേക്ക് ട്രേഡ് എടുത്ത് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? വീണ്ടും ഈ റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകണം. അങ്ങനെ പോയാൽ മാത്രമേ നമുക്ക് വീണ്ടും എൻട്രി എടുക്കാൻ പാടുള്ളൂ. എൻട്രി എടുക്കാന്ന് പറഞ്ഞാൽ ബ്രേക്ക് ചെയ്ത ഉടനെ എൻട്രി ഒന്നുമില്ല. ബ്രേക്ക് ചെയ്ത് ഒരു ക്യാൻഡിൽ ഇവിടെ ഒരു ഹൈ ഉണ്ടായി. ആ ഹൈ ബ്രേക്ക് ചെയ്ത് വീണ്ടും മുകളിലേക്ക് പോകുമ്പോഴേ നമുക്ക് ആ ഒരു കൺഫർമേഷൻ വരുന്നുള്ളൂ. മാർക്കറ്റിൽ മുകളിലേക്ക് പോകാനുള്ള സ്ട്രെങ്ത് ഉണ്ട് എന്നുള്ളത്. ഇപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് അവിടെ പ്ലോട്ട് ചെയ്ത് വെച്ച് വേറൊരു ഹൈ ഉണ്ട്. എന്തായാലും ആ ഹൈ എത്തും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. ആ ഹൈ അല്ല അതിന്റെ മുകളിലേക്കും പോകും. കാരണം വെച്ചാൽ അവിടെ കുറേ ലിക്വിഡിറ്റി ഓൾറെഡി ഉണ്ട് മാർക്കറ്റിൽ. അത് എടുക്കാൻ വേണ്ടി മാർക്കറ്റ് മുകളിലേക്ക് പോകും. പക്ഷെ അതിന് മുന്നേ നമുക്ക് എത്ര എൻട്രി കിട്ടും എന്നുള്ളത് നമുക്ക് നോക്കിയാൽ ആ ഏരിയയിൽ നമ്മൾ നേരത്തെ പ്ലോട്ട് ചെയ്ത റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് എത്തുന്നതിന് മുന്നേ വേറെ എൻട്രി കിട്ടും നോക്കാം നമുക്ക്. ഇവിടെ നിന്ന് വന്ന് താഴേക്ക് വന്ന് നമുക്ക് ഈ ഒരു ഏരിയയിൽ നമുക്ക് എന്തുണ്ട്? ഡൈവർജൻസ് ഉണ്ട്. നല്ല ഡൈവർജൻസ് ആണ്. ഇവിടെ നോക്കുന്ന സമയത്ത് നല്ല ഡൈവർജൻസ് ആണ്. പക്ഷെ നമുക്ക് ഇവിടെ എൻട്രി ഉണ്ടോ എന്ന് നോക്കാം. അതിൻ്റെ അടുത്ത് നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കും. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതാണ് ഫസ്റ്റ് എൻട്രി പോയിന്റ്. ഈ ഒരു ഏരിയയിൽ ഒരു സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിൽ നമുക്ക് കിട്ടുന്നില്ല. ഈ ക്യാൻഡിൽ ഇതിൻ്റെ ഒരു ഇൻസൈഡ് ബാർ ആയിട്ടുള്ള ഒരു ക്യാൻഡിലാണ്. നമുക്ക് ഇവിടെ എൻട്രി ഇല്ല. പിന്നെ വരുന്നത് ഇവിടെയാണ്. ഇവിടെ വന്നപ്പോഴും ഒരു ഇൻസൈഡ് ബാർ തന്നെയാണ്. നമുക്ക് അവിടെ എൻട്രി എടുക്കാനുള്ള വകുപ്പില്ല. അതിനുശേഷം വീണ്ടും വന്ന സമയത്ത് നമുക്കിത് കാണാം. സെല്ലേഴ്സ് ഇത്രയും താഴേക്ക് വന്ന് ബയേഴ്സ് സ്ട്രെങ്ത് കാണിച്ചൊരു ക്യാൻഡിലാണ് ഇത്. അതിനുശേഷം വന്ന ക്യാൻഡിലാണെങ്കിലോ ഇതിനെ എൻഗൾഫ് ചെയ്തിട്ട് വന്ന ക്യാൻഡിലാണ്. അവിടെ നമുക്ക് എന്ത് ചെയ്യാം? ധൈര്യമായിട്ട് ഒരു എൻട്രി പ്ലേസ് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് 1:2 ടാർഗറ്റ്. ഓക്കെ, ഇത് മിക്കവാറും നമ്മൾ നേരത്തെ വെച്ച ആ ഒരു റെസിസ്റ്റൻസിന്റെ ലെവലിൽ എത്തിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അത് തന്നെയാണ് ഏരിയ. ഉണ്ടോ? ആ ഏരിയയിൽ വന്നിട്ടുണ്ട്. ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയിട്ടുണ്ട്. കാരണം ലിക്വിഡിറ്റി എടുക്കാൻ മാർക്കറ്റിൽ എന്തായാലും പോകണം. അത് വേറെ കൺസെപ്റ്റ് ആണ്. അത് നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഇവിടെ എത്തുന്ന സമയത്ത് നമ്മൾ എന്ത് നോക്കണം? ക്ലാസിക് ഡൈവർജൻസ് നോക്കണം. ഇവിടെ ക്ലാസിക് ഡൈവർജൻസ് ഉണ്ടോ? ഉണ്ട്. ഇവിടെ ക്ലാസിക് ഡൈവർജൻസ് കിട്ടുന്നുണ്ട്. നല്ലൊരു റിവേഴ്സൽ ക്യാൻഡിൽ, ട്രെൻഡ് റിവേഴ്സൽ ആണല്ലോ, നല്ലൊരു ക്യാൻഡിൽ പാറ്റേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒക്കെ പോകുന്നു. ഈ ക്യാൻഡിൽ ബിയറിഷ് ക്യാൻഡിലാണ്. പക്ഷേ ഇവിടെ ബയേഴ്സിന്റെ പ്രസൻസ് നന്നായിട്ടുണ്ട്. പക്ഷേ ഇവിടെ ബയേഴ്സ് വീണ്ടും മുകളിലേക്ക് കൊണ്ടുപോയി. പക്ഷേ താഴേക്ക് തന്നെ കൊണ്ടുപോയിട്ടും സെല്ലേഴ്സ് താഴെ കൊണ്ടുവന്നിട്ടാണ് ക്ലോസ് ചെയ്തത്. ഈ ക്യാൻഡിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ക്യാൻഡിലാണ്. റിവേഴ്സൽ ക്യാൻഡിൽ തന്നെയാണ്. ആ ക്യാൻഡിലിന്റെ താഴെ എൻട്രി എടുക്കുന്നു. 1:2 പ്രോഫിറ്റും എടുക്കും. ഇപ്പൊ നമ്മൾ ഈ കണ്ടത് മുഴുവൻ പ്രോഫിറ്റ് ആണ്. പക്ഷെ ഇത് എന്ന് കരുതിയിട്ട് ഇത് പ്രോഫിറ്റ് മാത്രമുള്ള ഒരു സ്ട്രാറ്റജി അല്ല. ഇത് സ്റ്റോപ്പ് ലോസ് അടിക്കും. 100% സ്റ്റോപ്പ് ലോസ് വരും. ഞാനതാണ് പറഞ്ഞത്. ഒരു 60%, 65% ആക്യുറസി നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. അതിൽ കൂടുതൽ പ്രതീക്ഷിക്കേണ്ട. പക്ഷെ അത് മതി നിങ്ങൾക്ക് മാർക്കറ്റിൽ നിലനിന്ന് പോകാനും അതിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ഏർണിങ്സ് ഉണ്ടാക്കണം. നമ്മളെ ക്യാപിറ്റലിന്റെ വലുപ്പത്തിനനുസരിച്ചാണ് നമുക്ക് റിട്ടേൺ കിട്ടുക. അത് മറന്നു പോകരുത്. ചെറിയ ക്യാപിറ്റൽ വെച്ചിട്ട് പെട്ടെന്ന് പൈസക്കാരനാവാന്നുള്ള ചിന്തയൊന്നും വേണ്ട. നമ്മുടെ കയ്യിൽ എത്രത്തോളം ക്യാപിറ്റൽ ഉണ്ടോ അതിനനുസരിച്ച്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിലൊരു പലചരക്കാരനും കടക്കാരനും ലുലു മാളും തമ്മിൽ കമ്പയർ ചെയ്താൽ മതി. കടക്കാരന് കിട്ടുന്ന റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ്. യൂസഫലിക്ക് കിട്ടുന്ന റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ ഇൻവെസ്റ്റ്മെന്റ് അനുസരിച്ചിട്ടാണ്. അതുപോലെ തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിലും. നമ്മളെ ഇൻവെസ്റ്റ്മെന്റ് അനുസരിച്ചുള്ള റിട്ടേൺ നമ്മൾ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. കൂടുതൽ റിട്ടേൺ പ്രതീക്ഷിച്ചിട്ട് ഗ്രീഡി ആയിട്ട് ട്രേഡ് എടുക്കുന്ന സമയത്തൊക്കെയാണ് നമുക്ക് പണി കിട്ടുന്നത്. അപ്പൊ ഇതിന്റെ ബിയറിഷ് മാർക്കറ്റിൽ നമ്മൾ എങ്ങനെ ട്രേഡ് എടുക്കുക എന്നുള്ളതും ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. പക്ഷെ അതൊക്കെ കൂടെ കാണിക്കുന്ന സമയത്ത് നമുക്ക് ഇത് വീഡിയോ ഒരുപാട് ലെങ്തി ആവും. ഇത് ആരെങ്കിലും കാണുമോ? നമ്മൾ ഓൾമോസ്റ്റ് സ്റ്റാർട്ട് ചെയ്തൊരു ചാനലാണ്. ആരെങ്കിലും കാണുമോ ഇല്ലേ എന്നൊന്നും അറിയില്ല. ഇനി ആരെങ്കിലും കണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ റിവേഴ്സൽ ട്രേഡ് എങ്ങനെ എടുക്കുക എന്നുള്ളത് നമുക്ക് വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം. പിന്നെ ഇതിന്റെ ആക്യുറസി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് മൾട്ടി ടൈം ഫ്രെയിമിൽ അനലൈസ് ചെയ്തിട്ട് ട്രേഡ് എടുക്കാൻ പറ്റും. അത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യണം? വേറെ വീഡിയോ കുറച്ചുകൂടെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ചെയ്യണം. അതൊക്കെ കുറച്ച് ലെങ്തി ആവും. അതൊക്കെ കൂടുതൽ ഉൾക്കൊള്ളിച്ച് കഴിഞ്ഞാൽ നിങ്ങളിരുന്ന് കാണില്ല. അത്രയും ലെങ്ത് ആയിപ്പോയി. ഇതിനെ കാണുമെന്ന് അറിയില്ല. അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത വീഡിയോ ആയിട്ട് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നന്ദി.